ഹലോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടൊരു ഫ്രെയിം ചെയ്തല്ലോ. അതിൻ്റെ ബാലൻസ് വന്ന കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പിൻട്രസ്റ്റിലൊന്ന് തപ്പി നോക്കി. അപ്പോൾ ഇത് വെച്ചിട്ട് അല്ല ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഐറ്റം പിൻട്രസ്റ്റിൽ ഞാൻ കണ്ടത്. അത് കുറച്ച് കട്ടിയുള്ള മെറ്റൽസൊക്കെ വെച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്താലോ എന്ന്. അപ്പോൾ ഞാനിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ വിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ 2 സ്റ്റിക്സ് എടുത്തിട്ട് ഈ ക്രോസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ലേ അതിന്മേൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മേൽഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കലണ്ടറാണ് കേട്ടോ. ഒരു വെറൈറ്റി കലണ്ടറാണ്. അപ്പോൾ ഞാൻ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഓരോ മെഷർമെൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സ്കെയിലിൻ്റെ വീതിയിൽ ഞാൻ ലൈൻസ് വരച്ചു കൊടുത്തു. അപ്പോൾ അത് ഒരു ഭാഗത്ത് ഞാൻ മന്തുകൾ, അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. 12 മാസങ്ങളുടെ 12 പീസസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ 0, 1, 2, 3 എന്ന് വരുന്ന അങ്ങനെ 4 പേജസ് അങ്ങനെ 4 കട്ട് ചെയ്തെടുത്തു. പിന്നെ 0 to 9 പേജസ് 9 അങ്ങനെയും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എല്ലാത്തിലും എഴുതി കൊടുത്തിട്ട് അത് മാറ്റി വെച്ചു. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ എഴുതി കൊടുക്കുക. ഞാൻ മന്തുകളെ ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സ് വെച്ചിട്ടാട്ടോ എഴുതുന്നത്. അതാണ് അതിൻ്റെ വൃത്തി ഉണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ വൈറ്റ് പേജിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് കാലിഗ്രഫി പെന്ന് വെച്ചിട്ടാട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് വെക്കണം. അതായത് ഞാൻ മന്തുകൾ അടുപ്പിച്ച് വെച്ചിട്ട് അത് മൊത്തം ഞാൻ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തു. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ എല്ലാത്തിൻ്റെതും ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഇതിന് ഹോൾ ഇട്ട് കൊടുക്കണമല്ലോ, റിങ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്ത് ഹോൾ ചെയ്ത് കൊടുത്തു. അതേപോലെ ഞാൻ ഫസ്റ്റ് മന്തിൻ്റെ ചെയ്തെടുത്തു. പിന്നെ ആ നടുഭാഗത്ത് വരുന്ന 0, 1, 2, 3 ചെയ്ത് കൊടുത്തു. പിന്നെ 0 to 9 അതും അങ്ങനെ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റിങ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് മന്തിൻ്റെതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഞാൻ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ റിങ് ചെയ്ത് കൊടുക്കുക. ഈ റിങ് സ്റ്റേഷനറി ഷോപ്സിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ നമ്മളിത് വെച്ച് കൊടുക്കുക കേട്ടോ. ആ മേൽഭാഗത്ത് വെച്ചൊരു സ്റ്റിക്കില്ലേ, അതിൽ നമ്മൾ ഈ റിങ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് മന്താണ് വെക്കുന്നത്. പിന്നെ നമ്മൾ വെക്കുന്നത് 0, 1, 2, 3 എന്നുള്ള ആ ഒരു റിങ്ങിൻ്റെത്. പിന്നെ 0 to 9 വരെയുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തിനാണ് അത് അങ്ങനെ ഓർഡറിൽ ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് വന്നത് ഇത് ജാനുവരി 00 എന്നുള്ള രീതിയിലാണ്. ഈ സ്റ്റിക്ക് അതിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ സ്റ്റിക്കൊന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിൽക്കാതെ ആയപ്പോൾ റിങ്ങൊക്കെ വെച്ചപ്പോൾ അതിനൊരാട്ടം പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റ്, അതായത് ഞാനിത് ചെയ്തത് ഓഗസ്റ്റ് 19-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 19 എന്നുള്ള ഡേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഡേറ്റ് ആണോ വേണ്ടത് അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോൾ 19, അപ്പോൾ ഓഗസ്റ്റ് 19 ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. നല്ല അടിപൊളി ഒരു ഡെസ്ക് ഡെക്കോർ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല എളുപ്പമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.